പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കേൾക്കാനിടയായി. അത് നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം ബി.പി എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്താതിസമ്മർദ്ദം. നിങ്ങൾക്കതിനെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഡയബറ്റീസ് പോലെ തന്നെ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഹൈപ്പർ ടെൻഷനും. പണ്ട് കാലത്തൊരു 45-50 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കാണ് ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അതൊരു 20-25 വയസ്സ് മുതലേ ബി.പി കാണിക്കുന്നുണ്ട്. ബി.പി കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആഫ്റ്റർ കോവിഡ് നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഫുഡ് സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ട്. അതിനൊക്കെ ശേഷം തീരെ യങ് ഏജിൽ വരെ ഈ ബി.പി പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈവൻ 50 വയസ്സ് കഴിഞ്ഞവർക്ക് പോലും ബി.പി, കൊളസ്ട്രോള്, അമിതവണ്ണം ഇങ്ങനെ ഒന്നും ഒരു പ്രശ്നവും ഇല്ലാത്തൊരു ഗ്രാമം. ഇൻട്രസ്റ്റിംഗ് അല്ലേ? സോ അവരുടെ ഒരു കൾച്ചർ, അവരുടെ ഒരു ഫുഡ് സ്റ്റൈൽ, അതിൽ നിന്ന് നമ്മൾ എന്താണ് ഉൾക്കൊള്ളേണ്ടത്? അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രാമത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആമസോൺ കാടുകളിൽ താമസിക്കുന്ന യാനോമാമി എന്ന് പറയുന്ന ട്രൈബ്സ് ആണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള റിസർച്ച് സ്റ്റഡീസിലാണ് ഈ യാനോമാമി ട്രൈബ്സിന് ബി.പി, കൊളസ്ട്രോൾ, ഒബിസിറ്റി അങ്ങനത്തുള്ള യാതൊരു വിഷയങ്ങളും ഇല്ല എന്നുള്ള ആ ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നത്. സോ ഈ സ്റ്റഡീസ് നടത്തിയത് 2 ട്രൈബൽ ഗ്രൂപ്പിനെ കമ്പയർ ചെയ്തിട്ടാണ്. യാനോമാമി ട്രൈബ്സിനെയും അവരുടെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള യക്വാന എന്ന് പറയുന്നൊരു ട്രൈബൽ ഗ്രൂപ്പ്. ഈ 2 ട്രൈബൽ ഗ്രൂപ്പിനെ വെച്ചിട്ടാണ് സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ടും ഐസൊലേറ്റഡ് ഗ്രൂപ്പുകളാണ്. പക്ഷേ യക്വാന ട്രൈബൽസ് കുറച്ചുകൂടി വെസ്റ്റേൺ കൾച്ചറും വെസ്റ്റേൺ ഫുഡിനോടുമൊക്കെ ആ ഒരു എക്സ്പോഷറുള്ള ട്രൈബൽസാണ് യക്വാന എന്ന് പറയുന്നത്. പക്ഷേ യാനോമാമിയിലോട്ട് അത്രയും ആ ഒരു ഫുഡ് കൾച്ചറൊന്നും എത്തിയിട്ടില്ല, തീരെ എത്തിയിട്ടില്ല. സോ ഇവർ രണ്ടുപേരെയും കൂടെ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെയാണ് സ്റ്റഡീസിന് വിധേയമാക്കിയത്. അതായത് ചൈൽഡ്ഹുഡ് മുതൽ അഡൽട്ട് ആയിട്ടുള്ളൊരു 50-60 വയസ്സുള്ളവരെ വരെയും സ്റ്റഡീസിന് എടുത്തിട്ടുണ്ട്. പ്രഷറിലുള്ള ആ ഒരു റൈസ് കാണിച്ചത് യക്വാന ട്രൈബൽസാണ്. അവരുടെ ബി.പി കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചൈൽഡ്ഹുഡ് മുതൽ ആ ഒരു ഏജ് അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവരുടെ ബി.പി കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ യാനോമാമി ട്രൈബ്സിൻ്റെ ഈ ബി.പി എന്ന് പറയുന്നത് അവരുടെ ലൈഫ് ടൈം, ജീവിതകാലം മുഴുവൻ ഏകദേശം ഒരേ റേഞ്ചിൽ നിൽക്കുന്നതായിട്ടാണ് സ്റ്റഡീസ് കണ്ടെത്തിയിട്ടുള്ളത്. സോ നമ്മൾ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് ബി.പി കൂടും എന്നുള്ള ആ ഒരു കൺക്ലൂഷന് ഒരു തിരുത്തലാണ് അവിടെ ഉണ്ടായത്. അതായത് ഏജ് ഒരു മെയിൻ ഫാക്ടർ അല്ല. ശരിക്കും ബി.പി കൂടാൻ ആ ഒരു ഡയറ്റാണ് അവിടെ ഫാക്ടറായിട്ട് വരുന്നത്. അങ്ങനെ ഒരു നിഗമനത്തിലാണ് അവർ എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും പാരമ്പര്യം, ഏജും ഒക്കെ ബി.പി കൂടാനുള്ള കാരണങ്ങൾ തന്നെയാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്ന ഒരു ഫാക്ടറാണ് ഈ ഡയറ്റും ലൈഫ് സ്റ്റൈലും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ബി.പി കൂടാനുള്ള കാരണം എന്നാണ് ഈ സ്റ്റഡീസിൻ്റെ ഒരു കൺക്ലൂഷൻ. പക്ഷേ ഈ പഠനങ്ങൾക്ക് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഈ ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന വളരെ പോപ്പുലേഷൻ കുറഞ്ഞ ഗ്രൂപ്പുകളാണ്. ഏതാണ്ട് ഒരു 30,000-ഓളം അടുപ്പിച്ച ആളുകൾ മാത്രമുള്ളൊരു ഗ്രൂപ്പാണ്. അതിൽ സ്റ്റഡീസിന് എടുത്തിരിക്കുന്നത് 80 മുതൽ 90 വരെ അത്രയെങ്ങാനും മാത്രം ആളുകളെയാണ് ഈ പഠനത്തിന് വിധേയമാക്കിയിരിക്കുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസും ഉണ്ട്. പക്ഷേ നമുക്ക് ഇവരുടെ ഡയറ്റ് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവരൊരു പ്രിപ്പയർഡ് ഡയറ്റൊന്നുമല്ല. പക്ഷേ അവരുടെ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നും അവർ നാച്ചുറലി കൺസ്യൂം ചെയ്യുന്ന ആഹാര പദാർത്ഥങ്ങളാണ്. പക്ഷേ അത് അവർക്ക് ഈ ബി.പി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറ്റാണ്. അപ്പം നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. ഈ യാനോമാമി ട്രൈബ്സ് കഴിക്കുന്നത് ലോ ഫാറ്റ്, അതുപോലെ ലോ സോൾട്ട്, ഈ ഫാറ്റിൻ്റെ കണ്ടൻറ്റും ഉപ്പിൻ്റെ അംശമൊക്കെ കുറഞ്ഞ ആഹാര പദാർത്ഥങ്ങളാണ്. അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ടും വരുന്ന ആഹാര പദാർത്ഥങ്ങളാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ മെയിനായിട്ടും അവരുടെ ആഹാരം എന്ന് പറയുന്നത് പ്ലാന്റെയിൻസ്, അത് നമ്മുടെ വാഴപ്പഴം പോലുള്ള ഫ്രൂട്ട്സ്, ദെൻ കസാവ, നമ്മുടെ മരച്ചീനി പോലുള്ള ഒരു എഡിബിൾ റൂട്ട്, മറ്റ് പഴവർഗ്ഗങ്ങളും, പിന്നെ അവരുടെ പ്രോട്ടീൻ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് അവർ നോൺ വെജ് കഴിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഫിഷസ്, മീനാണ് കഴിക്കുന്നത്. പിന്നെ അവർ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങൾ, അത് പന്നിയിറച്ചി പോലെയുള്ള ഇറച്ചി അവർ കഴിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കുക്കിംഗ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. കുക്ക് ചെയ്ത് കഴിക്കുന്ന ആഹാരത്തിലേക്ക് അവർ അഡീഷണലായിട്ട് ഉപ്പോ മസാലകളോ ഒന്നും തന്നെ ആഡ് ചെയ്യാറില്ല. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടാണ് ഇവരിത് കുക്ക് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അഡീഷണലായിട്ട് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല, മസാലകൾ ആഡ് ചെയ്യുന്നില്ല. ഈ ഉപ്പ് മസാലകളാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ കൂടുതലായിട്ട് നിൽക്കുന്നത്. ഫാസ്റ്റ് ഫുഡ് ആയാലും മറ്റേ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കഴിക്കുന്ന ബർഗർ, പിസ്സ, അല്ലെങ്കിൽ ഗ്രിൽഡ് മീറ്റ്, അപ്പോൾ ഇതിലെല്ലാം അഡീഷണലായിട്ട് ഉപ്പും മസാലകൾ ഒരുപാട് ചേർന്ന് വരുന്ന ഐറ്റംസാണ്.
ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറിയതിന് ശേഷമാണ് നമ്മുടെ പോപ്പുലേഷനിൽ ഈ ഹൈ ബി പി ഡയബറ്റീസ് ഒക്കെ ഇപ്പോൾ ഒരു വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. സോ അവരുടെ ഒരു ഈ ലോ സോൾട്ട്, ലോ ഫാറ്റ് ആൻഡ് ഹൈ ഫൈബർ ഡയറ്റ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിസർച്ച് സ്റ്റഡിയെ പറ്റിയിട്ട് പറഞ്ഞത്. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിലായാലും ഈ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്കും ബി മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ അധികമായിട്ട് ഉപ്പ് കഴിക്കുമ്പോൾ നമുക്കറിയാം, ഉപ്പെന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡാണ്. അമിതമായിട്ട് സോഡിയം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും അത് ഹൈപ്പർ ടെൻഷനിലേക്ക് ലീഡ് ചെയ്യും. ഈ ഹൈപ്പർ ടെൻഷനാണ് പിന്നീട് പല സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ലൈക്ക് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കിഡ്നി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇങ്ങനെ പല സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസിലേക്കും പിന്നീട് അത് ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ WHO റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മിനിമം ഉപ്പ്, നമ്മൾ കഴിക്കേണ്ട ഉപ്പിൻ്റെ അളവെന്ന് പറയുന്നത് 5 ഗ്രാമിൽ താഴെയായിരിക്കണം. അതായത് 2000 മില്ലിഗ്രാം ഒരു ദിവസം ഒരാൾക്ക് WHO റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് 5 ഗ്രാമിൽ താഴെയാണ്. അപ്പോൾ നമ്മൾ ഒരു വീട്ടിലെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരാൾക്ക് 1 ടേബിൾ സ്പൂൺ, മാക്സിമം 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ കഴിക്കുന്നത് എത്രയാണ്? നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് വിങ്ങിൻ്റെ ഒരു കണക്കനുസരിച്ചിട്ട് നമ്മൾ ഡെയിലി എടുക്കുന്നത് 8 ഗ്രാം വരെ ഉപ്പ് നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷേ അതൊരു അനുവദനീയമായിട്ടുള്ള അളവല്ല. അത്രയും ഉപ്പ് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് ഹാർട്ട് ഡിസീസിനൊക്കെ ഉള്ള റിസ്ക് കൂടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ WHO അടുത്ത 2025 നമ്മുടെ ഉപ്പ് കഴിക്കുന്നതിൻ്റെ അളവ് ഒരു 30% കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ലോകത്തിൽ ഈ ഉപ്പിൻ്റെ അളവ് ഒരു 30% നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ 30% കുറയ്ക്കുക. അതിന് വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുവഴി ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള പ്രശ്നങ്ങളെ മാനേജ് ചെയ്ത് മറ്റ് ഹാർട്ട് ഡിസീസുകളിലേക്കൊക്കെ പോകുന്നതിൻ്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. സോ നമ്മുടെ ആഹാരത്തിൽ നിന്ന് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു വസ്തുവാണ് ഉപ്പ്. പക്ഷേ നമ്മുടെ വീടുകളിൽ ഒരാളെങ്കിലും ഇതുപോലെ ഹൈപ്പർ ടെൻഷൻ, BP ഉള്ളവരായിട്ടുണ്ടാകാം. ഈ ഉപ്പിൻ്റെ അളവ് നമ്മൾ പതിയെ കുറച്ചു കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് മറ്റസുഖങ്ങളുണ്ടാകുന്ന ആ ഒരു റിസ്കിൽ നിന്ന് അവരെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ യങ് ഏജിൽ ഇതുപോലെ BP പേഷ്യൻ്റൊക്കെ ആകുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാനും സാധിക്കും. സോ ഹൈപ്പർ ടെൻഷൻ ഉള്ളവരുടെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. സോ ഇനി ഈ ഉപ്പ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, എത്ര ഉപയോഗിക്കണം, ഏത് തരം ഉപ്പാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും ഹൈപ്പർ ടെൻഷൻ്റെ മറ്റ് ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.